നീലവള്ളിയും തേന്മാവും. ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഇല്ലെങ്കിൽ അവസാനം എത്തുമ്പോൾ നിങ്ങളത് മറക്കും. അതുകൊണ്ടാ. അപ്പോൾ കഥയിലേക്ക് കിടക്കുകയാണേ. നീ അവളെ ഇങ്ങനെ ഇവിടെ കുരുക്കിയിട്ടിട്ട് എന്താ നിമിഷേ? എത്രയും വേഗം അവളുടെ കയ്യിൽ നിന്നും ആ പേപ്പറിലെല്ലാം ഒപ്പിട്ട് വാങ്ങിയിട്ട് അതിൻ്റെ പാട്ടിന് വിട്ടേക്ക്. മാധവൻ ദേഷ്യത്തോടെ നിമിഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ അച്ഛന് അവളുടെ വശത്തേക്കൊരു ചായ്വ്? പെങ്ങളുടെ മോളാണെന്നല്ലോ എന്ന സ്നേഹം കൊണ്ടാണോ? നിമിഷ പുച്ഛത്തോടെ ചോദിച്ചു. അല്ല, അതൊരു മനുഷ്യക്കുട്ടിയാണല്ലോ എന്ന തോന്നലുള്ളത് കൊണ്ടാ. മാധവന് ദേഷ്യം കൂടി. സംഭവമൊക്കെ ശരിയാ. പെങ്ങൾ വീട്ടുകാർക്ക് അപമാനമുണ്ടാക്കി തന്നെയാ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. അതിന് പെങ്ങളോട് മാധവന് ദേഷ്യവും ഉണ്ടായിരുന്നു. പെങ്ങൾ മരിച്ചപ്പോൾ അതൊക്കെ അയാൾ മറക്കുകയും ചെയ്തു. പക്ഷെ പെങ്ങളുടെ മോളെ, അതായത് നന്ദയെ മാത്രം അയാൾക്കങ്ങ് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിന് അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. നന്ദയെ കാണുമ്പോഴെല്ലാം മാധവന് നന്ദയുടെ അച്ഛനെയാണ് ഓർമ്മ വരിക. കൂട്ടുകാരനായിരുന്നു നന്ദയുടെ അച്ഛനും മാധവനും. എന്നിട്ടാണ് അയാൾ മാധവൻ്റെ പെങ്ങളെ തന്നെ സ്നേഹിച്ചതും ഒളിച്ചോടിയതും. പെങ്ങള് പോയതിൻ്റെ പേരിൽ കുടുംബക്കാരും നാട്ടുകാരുമെല്ലാം മെക്കെട്ട് കയറിയത് മാധവൻ്റെയാണ്. കൂട്ടുകാരനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താഞ്ഞിട്ടാണെന്ന് പോലും. എന്നിട്ട് പെങ്ങളും അവനും മരിച്ചപ്പോൾ ഒട്ടും താല്പര്യമില്ലെങ്കിലും നന്ദയുടെ കാര്യം അയാൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അതും സാവിത്രിയമ്മ കാരണം. അമ്മ പറഞ്ഞിട്ടാണ് നന്ദയെ അയാൾ ആ വീട്ടിലോട്ട് കൊടുക്കുന്നത്. അന്നു മുതൽ നിമിഷ നന്ദയോട് കാണിക്കുന്നതൊക്കെ മാധവൻ കാണുന്നുണ്ട്. ഒരുമാതിരി ജീവനുള്ള കളിപ്പാട്ടം കിട്ടിയ പോലെയായിരുന്നു നിമിഷയ്ക്ക് അവൾ. തോന്നുമ്പോൾ കുത്തി നോവിക്കുക, അടിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെല്ലാം നന്ദയോട് നിമിഷ ചെയ്യും. അന്നൊക്കെ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ട് മകൾ ചെയ്യുന്ന തെറ്റാണ് അതൊക്കെ എന്ന് കരുതിയ മാധവന് പക്ഷേ ഇപ്പോൾ അറിയാം, തൻ്റെ മകൾ നന്ദയുടെ കണ്ണുനീരിൽ ഒരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നുണ്ട് എന്ന്. മാധവൻ ആലോചനയോടെ നിന്നു. ഇതിനെല്ലാം ഉപരി നന്ദയുടെ മുഖം കാണുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് വരുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഉള്ളിൽ ഇപ്പോഴും എരിഞ്ഞു കത്തുന്ന ഒരു കുറ്റബോധത്തിൻ്റെ കനൽ അയാളിലുണ്ട്. നിങ്ങൾ എന്തിനാ മാധവേട്ട മോളോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ജാനകി നിമിഷയുടെ ഭാഗം ചേർന്നുകൊണ്ട് ചോദിച്ചു. നീ ഒരക്ഷരം മിണ്ടരുത്. നീയാണ് ഇവളെ ഇങ്ങനെ വഷളാക്കിയത്. മാധവന് സ്വന്തം ഭാര്യയോടും ദേഷ്യം തോന്നി. ഞാൻ എന്തു ചെയ്തു എന്നാ? ജാനകി അപ്പോഴേക്കും മുഖം കറുപ്പിച്ചു. ഒന്നേ ഉള്ളൂ എങ്കിലും ഉലക്കക്കടിക്കണമെന്നാ പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. അതങ്ങ് ചെയ്യണമായിരുന്നു. എന്നാൽ ഇവളിങ്ങനെ മോശമായി പോയില്ലായിരുന്നു. അയാൾ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? നിമിഷ ശബ്ദമെടുത്തതോടെ മാധവനും ജാനകിയും നിശബ്ദമായി. നന്ദയുടെ കാര്യം ആലോചിച്ച് ആരും തർക്കിക്കണ്ട. ആദ്യം മുത്തശ്ശി അവളുടെ പേരിൽ എഴുതിയിട്ട സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കണം. അത് അവൾ അറിയുന്നതിന് മുമ്പേ തന്നെ ചെയ്യണം. അതിനു വേണ്ട പേപ്പർ വർക്കെല്ലാം ചെയ്യാൻ നോക്കാം അച്ഛൻ. അതിലെല്ലാം അവളെ കൊണ്ട് ഞാൻ ഒപ്പിടിയിപ്പിക്കാം. അത് കഴിഞ്ഞ് നന്ദയെ കൊല്ലണോ അതോ വളർത്തണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായോ? അല്ലെങ്കിലും അവളെ പോലെ ഒരുത്തി ജീവിച്ചാൽ എന്താ, ചത്താൽ എന്താ? നിമിഷ ദേഷ്യത്തോടെ ഇരുവരെയും മാറി മാറി അങ്ങ് നോക്കി. അഭിമന്യുവിൻ്റെയും നന്ദയുടെയും വിവാഹമോചനത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിൽപ്പത്രം മുത്തശ്ശി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പോലും എല്ലാവരും അറിയുന്നത്. അന്നേരമാണ് അവർ നന്ദയെ തിരക്കിയിറങ്ങിയതും. മരിക്കാൻ നേരത്ത് തള്ളയുടെ ഒരു കൊച്ചുമകൾ പാസം. നിമിഷ പല്ലി ഞെരിച്ചുകൊണ്ട് ആലോചിച്ചു. ഇനി അതിന്മേലൊരു തർക്കം വേണ്ട. അവളോട് ആരും ഇത്ര നാളും കാണിക്കാത്ത പരിഗണനയും കാണിക്കണ്ട. നിമിഷ മാധവനെ ഒന്ന് ഇരുത്തി നോക്കി പറഞ്ഞുകൊണ്ട് വേഗത്തിൽ പുറത്തേക്കിറങ്ങി. പക്ഷേ ആ വാതിലിൻ്റെ മറവിൽ എല്ലാം കേട്ടുകൊണ്ട് നന്ദ നിൽപ്പുണ്ടായിരുന്നു. മാധവൻ്റെ മുറിയിലേക്ക് വെള്ളവും കൊണ്ടുവന്നതാണവൾ. അന്നേരമാണ് നന്ദ ഇതെല്ലാം കേൾക്കുന്നതും. നന്ദയുടെ കയ്യിലിരുന്ന ജഗ് അന്നേരം ആ കൈകളിൽ ഇരുന്ന് വിറക്കുന്നുണ്ടായിരുന്നു. നന്ദക്ക് വല്ലാത്ത സങ്കടവും ഭയവും എല്ലാം തോന്നി. മുത്തശ്ശിയുടെ ഉള്ളിൽ തന്നോടും ഇത്രമാത്രം സ്നേഹവും പരിഗണനയും ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് നന്ദ അറിയുന്നത്. ഇല്ലെങ്കിൽ തൻ്റെ മേൽ ഇത്രയും അധികം സ്വത്ത് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. സ്വത്ത് തൻ്റെ അടുത്ത് നിന്ന് എഴുതി മേടിച്ചു കഴിഞ്ഞാൽ നിമിഷ തന്നെ കൊല്ലാനും മടിക്കില്ല എന്ന് ഒരു നിമിഷം നന്ദക്ക് തോന്നിപ്പോയി. അല്ലെങ്കിലും നന്ദയ്ക്ക് ഇപ്പോൾ ജീവിതത്തിനോട് അത്രമാത്രം ആഗ്രഹവുമില്ല. അഭിമന്യു എപ്പോഴെങ്കിലും തൻ്റെ സ്നേഹം തിരിച്ചറിയുമെന്നും അന്ന് അവൻ തന്നെ തിരികെ സ്നേഹിക്കുമെന്നുമായിരുന്നു അവൾ കരുതിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം മാത്രം സ്വപ്നം കണ്ടിട്ടായിരുന്നു അവൾ ജീവിച്ചിരുന്നത് പോലും. പക്ഷെ ഇപ്പോൾ ആ പ്രതീക്ഷയും ഏകദേശം അസ്തമിച്ചു. അവനൊരിക്കലും തന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് നന്ദയ്ക്ക് ഏകദേശം മനസ്സിലായി.
നിമിഷ എന്ത് പറഞ്ഞാലും അതെല്ലാം അനുസരിക്കണമെന്നും അവൾ കാണിച്ചു തരുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കണമെന്നും നന്ദ തീരുമാനിച്ചു. അല്ലെങ്കിലും തനിക്ക് എന്തിനാണ് സ്വത്തുക്കൾ? നന്ദ നെടുവീർപ്പോടെ ഓർത്തു. മാധവേട്ട എന്തിനാ ആ നന്ദയ്ക്കും വേണ്ടി നമ്മളുടെ മോളെ വഴക്ക് പറഞ്ഞത്? ജാനകി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്കറിയുന്നതല്ലേ ജാനകി എല്ലാം, പിന്നെന്തിനാ പിന്നെയും പിന്നെയും അത് തന്നെ ചോദിക്കുന്നേ? മാധവൻ തിരികെ ചോദിച്ചു. എന്തറിയാമെന്ന്? നിങ്ങൾ ആവശ്യമില്ലാത്ത കുറ്റബോധം കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പെങ്ങളും അളിയനും ചത്തത് നിങ്ങൾ കാരണമൊന്നുമല്ല, ജാനകി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. എത്ര അല്ലെന്ന് സമർത്ഥിച്ചാലും സത്യം ഒരിക്കലും മാഞ്ഞു പോയില്ലല്ലോ ജാനകി. മാധവന്റെ സ്വരം വിറച്ചു. വെള്ളവും കൊണ്ട് തിരികെ അടുക്കളയിലേക്ക് പോവാൻ നിന്നിരുന്ന നന്ദയുടെ കാലുകൾ ഒരു നിമിഷം മാധവന്റെ വാക്കുകളിൽ നിശ്ചലമായി പോയി. മറ്റുള്ളവരുടെ സംഭാഷണം ഒളിഞ്ഞു കേൾക്കുന്നത് മോശമാണെന്ന ബോധ്യം അത്രയും ഉണ്ടായിട്ട് പോലും നന്ദയുടെ ചെവി അവരുടെ സംഭാഷണത്തിലേക്ക് നൂണ്ടുകയറി. പറയുന്നത് തൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റിയാണല്ലോ, അതുകൊണ്ട് മാത്രം. ഞാൻ അന്ന് അവനെ ചതിച്ചില്ലായിരുന്നുവെങ്കിൽ അവനും എൻ്റെ പെങ്ങളും ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. മാധവന്റെ സ്വരം കുറ്റബോധത്താൽ വിറകൊണ്ടു. അന്ന് ചിട്ടിക്കമ്പനി പൊട്ടിയതും അതിലെ പണം കൊണ്ട് അച്ഛൻ്റെ കൂട്ടാളി മുങ്ങിയതുമെല്ലാം മാധവൻ കാരണമായിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം അയാളുടെ നാവിൽ നിന്ന് തന്നെ നന്ദ തിരിച്ചറിഞ്ഞു. കുടുംബത്തിൻ്റെ മാനം കെടുത്തി ഇറങ്ങിപ്പോയ പെങ്ങളോട് ഒരു ഏട്ടൻ ചെയ്ത ക്രൂരത. തൻ്റെ പെങ്ങളെയും അളിയനെയും ഒരു പാഠം പഠിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു അന്നേരം മാധവൻ ചിന്തിച്ചുള്ളൂ. പക്ഷേ തൻ്റെ ചെയ്തികളുടെ ഫലമായി തൻ്റെ പെങ്ങളുടെയും അവളുടെ ഭർത്താവിൻ്റെയും ജീവനും ജീവിതവും നഷ്ടപ്പെടുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞില്ല. നന്ദയുടെ അച്ഛൻ്റെ ചിട്ടിക്കമ്പനി പൊട്ടിയ ആ ദിവസം, നാട്ടുകാരാൽ അയാൾ അപമാനിക്കപ്പെട്ട ആ ദിവസം, നാട്ടുകാരാൽ അയാൾ കള്ളൻ എന്ന് മുദ്രകുത്തപ്പെട്ട അതേ ദിവസം മാധവൻ നന്നായി ആഘോഷിച്ചു. പക്ഷെ പിറ്റേന്ന് ഇരുവരുടെയും ആത്മഹത്യ വാർത്ത കേട്ട് എഴുന്നേറ്റ മാധവൻ ഒരിക്കലും താൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് സ്വയമേ കുറ്റപ്പെടുത്തി. നാളുകൾക്കിപ്പുറവും അയാളെ ആ തെറ്റ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കിപ്പോഴും നന്ദയുടെ മുഖത്ത് നോക്കുമ്പോൾ കുറ്റബോധമാണ്. നന്ദയോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടവുമില്ലെങ്കിലും അയാൾക്ക് അവളോട് സഹതാപമുണ്ട്. അതിനുമുപരി അവളുടെ നല്ലൊരു ജീവിതം തല്ലി തകർക്കാൻ കാരണമായത് താനാണല്ലോ എന്ന വലിയ ഭാരവും നെഞ്ചിലുണ്ട്. വാതിലിൻ്റെ മറവിൽ ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുമ്പോൾ നന്ദയുടെ ഉള്ളിൽ ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലിരുന്ന ജഗ്ഗിലെ വെള്ളം വിറയലോടെ തറയിൽ വീണ് ചിതറി. ഇത്രയും കാലം ഒരു തണലായി കണ്ടിരുന്ന അമ്മാവൻ തൻ്റെ അച്ഛനെ കള്ളനാക്കി ചിത്രീകരിച്ചത് മരണത്തിലേക്ക് തള്ളിവിട്ട അതേ മനുഷ്യൻ. ആ തിരിച്ചറിവ് ഒരു മാരകായുധം പോലെ അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. അവളുടെ കണ്ണുകൾ പെയ്തു തോരാത്ത കർക്കിടക മഴ പോലെ നിറഞ്ഞു തുളുമ്പി. ചുറ്റുമുള്ള ചുവരുകൾക്ക് പോലും ചതിയുടെ ഗന്ധമുള്ളതുപോലെ നന്ദക്ക് തോന്നി. നിമിഷയുടെ ക്രൂരതകൾ അവൾക്ക് ശീലമായിരുന്നു. പക്ഷെ അമ്മാവൻ്റെ ഈ വഞ്ചന, അത് നന്ദക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. തൻ്റെ അച്ഛൻ നിരപരാധിയായിരുന്നു എന്ന സത്യം അവളുടെ ഉള്ളിൽ ഒരു വിലാപമായി മുഴങ്ങി. അഭിമന്യുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു ശൂന്യത അവളെ വിഴുങ്ങാൻ വരുന്നത് പോലെ നന്ദക്ക് തോന്നി. പതുക്കെ ആ വിറയൽ ഒരു നിശ്ചലതയ്ക്ക് വഴിമാറി. സങ്കടം പതുക്കെ ഒരു തരം മരവിപ്പായി പരിണമിച്ചു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടക്കാതെ തന്നെ അവൾ ആ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. നിമിഷക്ക് സ്വത്ത് വേണം, മാധവന് കുറ്റബോധത്തിൽ നിന്ന് മോചനം വേണം, ജാനകിക്ക് സ്വസ്ഥത വേണം. എല്ലാവർക്കും വേണ്ടത് തന്നിൽ നിന്നുള്ള എന്തൊക്കെയാണ്. ആരും തൻ്റെ മനസ്സ് കണ്ടില്ല, ആരും തൻ്റെ നഷ്ടങ്ങളെപ്പറ്റി ഓർത്തതുമില്ല. ഒരു നിമിഷം അവൾക്ക് താൻ ശ്വസിക്കുന്ന വായുവിൽ പോലും ചതിയുടെ ഗന്ധം അനുഭവപ്പെട്ടു. ഇരുട്ടറയിൽ തനിച്ചായ ഒരു പക്ഷിയെ പോലെ അറ്റുപോയ വിശ്വാസത്തിൻ്റെ ചിറകുകൾ തുന്നിച്ചേർക്കാൻ പോലും ആവാതെ നന്ദ അടുക്കളയുടെ മൂലയിലേക്ക് ഇരുന്നു. നന്ദ അങ്ങനെ ഇരുന്നു ഏറെ നേരം, ഉറക്കവും വിശപ്പും ഒന്നുമില്ലാതെ തന്നെ. പൊടുന്നനെ എന്തു തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നന്ദ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. അവൾ ശില്പ തന്നിരുന്ന മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. നന്ദ മടുത്തൊന്നും ചിന്തിക്കാതെ വേഗത്തിൽ ശില്പയെ ഫോൺ വിളിച്ചു. ശില്പ ഇന്നേരം മൂടിപ്പുതച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. അന്നേരമാണ് നന്ദ അവളെ വിളിക്കുന്നത്. ഉറക്കത്തിൽ നിന്നും ചാടിപ്പിടഞ്ഞ് ഫോണെടുത്ത് നോക്കിയപ്പോൾ അതിൽ അളകനന്ദ എന്ന പേര് കണ്ടതോടുകൂടി ശില്പയുടെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. ഈ അസമയത്ത് നന്ദ തന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്നാണ് ശില്പ ആദ്യം ചിന്തിച്ചത്. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കാണുമോ? ശില്പയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. നന്ദേ, എന്തടി, എന്താ പ്രശ്നം? ഫോൺ ചെവിയിലേക്ക് വെച്ചത് ശ്വാസം പോലും എടുക്കാതെ ശില്പ ചോദിച്ചുപോയി. ശില്പേ,
ഒരു തേങ്ങലോടെ നന്ദ വിളിച്ചു. ഈ പാതിരാത്രി വിളിച്ച് കാറാതെ കാര്യം പറഞ്ഞ നന്ദേ. ശില്പക്ക് ക്ഷമ കിട്ടു. നന്ദ ചുണ്ടുകൂട്ടി കടിച്ച് കരച്ചിലടക്കി. നടന്ന കാര്യങ്ങൾ ഓരോന്നായി ശില്പയോട് പറയുമ്പോൾ നന്ദ കിലുകിലായി വിറക്കുന്നുണ്ടായിരുന്നു. കണക്കായിപ്പോയി. നിനക്ക് ഇത് തന്നെ കിട്ടണം. എത്ര കൊണ്ടാലും അടുത്ത കവിലും കാണിച്ചു കൊടുത്തല്ലേ ശീലം. അതുകൊണ്ടാ വന്നവനും നിന്നവനുമെല്ലാം പിന്നെയും പെരുമാറിയിട്ട് പോകുന്നേ. ശില്പക്ക് ദേഷ്യം അങ്ങ് നുരഞ്ഞു പൊന്തി. നന്ദ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണേ ശില്പ ചെറുതായി ഒന്ന് അടങ്ങി. എൻ്റെ നന്ദേ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണോ വേണ്ടത്? നിന്റെ അച്ഛനെയും അമ്മയും മരണത്തിന് വിട്ടുകൊടുത്തവരെ വെറുതെ വിടാൻ പാടുണ്ടോ? നരകിപ്പിക്കണം എല്ലാത്തിനെയും. ഞാൻ ഞാൻ തനിച്ച് എന്ത് ചെയ്യാനാ ശില്പേ? നന്ദ ചോദിച്ചു. നീ തനിച്ചാണെന്ന് ആരാ പറഞ്ഞേ? വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരുത്തൻ നിനക്കൊപ്പം ഉണ്ട്. അവനെ നീ കാണാഞ്ഞിട്ടാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ശില്പ അല്പം പരിഹാസത്തോടെ ചോദിച്ചു. നന്ദ മറുപുറം മൗനമായി. ആ മൗനം അറിഞ്ഞപ്പോൾ ശില്പയുടെ ചുണ്ട് പുച്ഛം കൊണ്ട് കൂടി. നന്ദക്കറിയാം താൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നന്നായിട്ടറിയാം. ഡേവിഡ് അവളെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നന്ദക്ക് നന്നായിട്ടറിയാം. അവൻ്റെ ഉള്ളു നിറയെ താനാണെന്നും നന്ദക്ക് നന്നായിട്ടറിയാം. പണ്ട് മുതലേ അറിയാം. പക്ഷെ നന്ദ വേണമെന്ന് കരുതി കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. എനിക്ക് ഡേവിഡിൻ്റെ നമ്പർ താ. മൗനം മുറിച്ചുകൊണ്ട് നന്ദയുടെ സ്വരം. ശില്പ ഞെട്ടിപ്പോയി. എന്താ? ഡേവിഡിൻ്റെ നമ്പർ താ? നന്ദ ചോദ്യം ആവർത്തിച്ചു, ഒട്ടും പതർച്ചയില്ലാതെ തന്നെ. ശില്പയുടെ ചുണ്ടിൽ ആ ചോദ്യം കേൾക്കവേ ഒരു ചിരി വന്ന് നിറഞ്ഞു. ഇനി കളി ഡേവിഡിൻ്റെ കാൽച്ചുവട്ടിലാണ്, ശില്പ ഉള്ളിൽ പറഞ്ഞു. തുടരും സൂര്യകാന്തി. നന്ദയെ കുറച്ച് സ്ട്രോങ് ആക്കണ്ടേ നമുക്ക്? അപ്പോൾ അടുത്ത പാർട്ടിനായി കാത്തിരിക്കണേ. ഈ പാർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.